അങ്ങനെ GR ഇന്ദുഗോപൻ്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി എടുത്ത ഒരു സിനിമയാണ് പൊന്മാൻ എന്നുള്ള സിനിമ. എനിക്ക് ഈ സിനിമ അത്യാവശ്യം ഒരു ഡീസൻറ്റ് വാച്ചായിട്ടാണ് ഫീൽ ചെയ്തത്. വളരെ രസകരമായി 2 മണിക്കൂർ കണ്ട് ഇരിക്കാവുന്ന നല്ലൊരു പടം. ഈ സിനിമയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തൊരു കല്യാണമാണ്. അപ്പോൾ അവിടുത്തെ നാട്ടു നടപ്പനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒരു കല്യാണത്തിന് പോകുന്നു, പൈസ കൊടുക്കുമല്ലോ. അത് അടുത്ത തവണ കല്യാണം അവരുടെ അവിടെ വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ കൊടുക്കണം എന്നുള്ള രീതിയുണ്ട്. അപ്പോൾ അത് മനസ്സിൽ വെച്ച് തന്നെ പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിക്കുകയാണ്. 25 പവൻ കൊടുക്കാം സ്ത്രീധനമായിട്ട് എന്നൊക്കെ പറഞ്ഞ് സ്റ്റെഫി എന്ന കഥാപാത്രം ലിജോ മോളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ കല്യാണം ഉറപ്പിക്കുന്നു. അങ്ങനെ പക്ഷേ അതിനിടയിൽ തൻ്റെ സഹോദരൻ പാർട്ടി പ്രവർത്തകനാണ്, ചെറിയൊരു അടിപിടി കേസിൽ പെട്ടുപോവുകയാണ്. അപ്പോൾ പള്ളിക്കാരും പാർട്ടിക്കാരും ചെറുതായിട്ട് ഇടം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ 25 പവൻ്റെ പൈസ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളൊരു ആശങ്കയിലാണ് ഇവരിയ്ക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈസ പിരിച്ച് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ അവരൊരു റിസ്ക് എടുക്കുകയാണ്. അതായത് തലേ ദിവസം തന്നെ സ്വർണം കൊണ്ടുവരികയും ആ 25 പവൻ അവർക്ക് ഇഷ്ടമുള്ള പവൻ സ്വർണം എത്തിച്ചു കൊടുക്കും. പിന്നീട് ഈ പൈസ കിട്ടിയതിന് ശേഷം അവർക്ക് തിരിച്ചു കൊടുക്കും. എന്തെങ്കിലും എമൗണ്ടിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ സ്വർണം തിരിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ അജേഷ് എന്ന കഥാപാത്രം ബേസിൽ ജോസഫാണ് അത് ചെയ്തിരിക്കുന്നത്. പുള്ളിയാണ് ഈ സ്വർണം കൊണ്ടുവരുന്നത്. അങ്ങനെ പക്ഷെ വിചാരിച്ച പോലെ ഈ പാരിതോഷികങ്ങളും ഈ പ്രശ്നം കാരണം പലരും എത്തിപ്പെടുന്നില്ല. പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ആ സ്വർണം തിരിച്ചെടുക്കാനായി ബേസിൽ ജോസഫ് ശ്രമിക്കുന്നതും ഇവർക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന പിന്നീട് നടക്കുന്ന കോൺഫ്ലിക്റ്റുകളാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ക്യാരക്ടേഴ്സൊക്കെ വളരെ നല്ല രീതിയിൽ എഴുതി അത് നല്ല രീതിയിൽ അവതരിപ്പിച്ച് വളരെ നല്ല രീതിയിൽ ആവശ്യത്തിന് മാത്രമുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത ഒരു സിനിമയാണ് പൊന്മാൻ എന്നുള്ള ഈ സിനിമ. എസ്പെഷ്യലി ബേസിൽ ജോസഫൊക്കെ ക്യാരക്ടറായിട്ട് ഗംഭീരമായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ തരം ചില ഒരു മാനറിസങ്ങളായാലും പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ആയാലും ഈ സിനിമ വളരെയധികം സിറ്റുവേഷണൽ കോമഡികൾ വളരെയധികം വർക്കൗട്ട് ആയിട്ടുണ്ട്. ബേസിൽ ജോസഫിൻ്റെ തന്നെ പുള്ളിയുടെ ക്യാരക്ടർ എത്തുമ്പോൾ തന്നെ ഒരു ഭയങ്കര സ്ക്രീനിൽ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര വൈബാണ്. അപ്പോൾ പുള്ളിയുടെ ആ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആയാലും പുള്ളിയുടെ മാനറിസവും ഒക്കെ വളരെയധികം വർക്കൗട്ട് ആയിരുന്നു. അപ്പോൾ സജിൻ ഗോപു ആയാലും ലിജോ മോളായതും അവരുടെ ക്യാരക്ടേഴ്സ് അവർ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യ പകുതി വളരെ നല്ല രസകരമായി കുറച്ച് സിറ്റുവേഷൻ കോമഡികളായിട്ട് അങ്ങനെ പോകുന്നു, എൻഗേജായി പോകുന്നു. പിന്നീട് ഇവരുടെ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഉള്ള ഒരു പിരിമുറുക്കം എന്താണ് ഇനി നടക്കുക എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അവസാനം എത്തുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ പോലും ത്രൂ ഔട്ട് ഈ സിനിമ നല്ല രീതിയിൽ കാണാൻ പറ്റിയൊരു വാച്ചബിൾ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പടമാണ് പൊന്മാൻ എന്ന് പറയുന്ന സിനിമ. അതിൽ ഇവൻ്റെ എഴുത്തായാലും പ്രകടനങ്ങളായാലും എല്ലാം മികച്ചു നിൽക്കുന്നത്. ബേസിൽ ജോസഫ് തന്നെയാണ് പൂർണ്ണമായും കയ്യടി വാങ്ങിക്കുന്നത്. കാരണം പുള്ളിയുടെ ചില ഡയലോഗ്സൊക്കെ വളരെയധികം കണക്റ്റ് ആകുന്നുണ്ട്, നമുക്കുമായിട്ട് സെറ്റ് ആവുന്നുണ്ട്. അപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പശ്ചാത്തല സംഗീതം ഒരുക്കിയ ജസ്റ്റിൻ വർഗീസാണ്. ഈ സിനിമയുടെ മൂഡ് പിടിക്കുന്ന തരത്തിലുള്ള വളരെയധികം നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഒപ്പം നല്ല സിനിമാറ്റോഗ്രഫിയും സിനിമയ്ക്ക് അവകാശപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയൊന്നൊരു നല്ലൊരു മൂവിയാണ് പൊന്മാൻ എന്ന് പറയുന്നത്. ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.